കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടാറുണ്ട്. 2-3 ദിവസം രാമായണത്തെക്കുറിച്ച് സൂര്യ കൃഷ്ണമൂർത്തിയുടെ പരിപാടിയിൽ പങ്കെടുക്കാം. ഇന്നലെ അങ്ങനെ ഒരു പ്രോഗ്രാം, ഇന്ന് നാളെ 3 ദിവസം സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഗണേശം എന്ന് പറയുന്ന വലിയ ബ്ലാക്ക് ബോക്സ് ഓഡിറ്റോറിയത്തിൽ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ വിവരിച്ചത് പുരാണങ്ങളിലെ സന്ദേശങ്ങൾ എങ്ങനെയാണ് രാമായണത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും എങ്ങനെയാണ് രാമായണത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. രാമായണത്തിന് കുറച്ച് ചുവട്ടിലുള്ള ഗ്രന്ഥമാണ് പുരാണങ്ങളും മഹാഭാരതവും. ചുവട്ടിലുള്ളത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ക്വാളിറ്റേറ്റീവ്ലി കുറവ് എന്ന അർത്ഥത്തിലല്ല. നമ്മളുടെയൊക്കെ ധാരണ വിവരണ പ്രകാരം രാമായണം ഉണ്ടായത് ത്രേതായുഗത്തിലാണ്, ദ്വാപരയുഗത്തിലാണ് മഹാഭാരതം ഉണ്ടായത്, ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലെ കലിയുഗത്തിലാണ് പുരാണങ്ങൾ ഉണ്ടായത്. അപ്പോൾ പിന്നീട് ഉണ്ടായത്, ലേറ്റർ ക്രിയേറ്റഡ് എന്ന അർത്ഥത്തിൽ രാമായണത്തിന് ശേഷം മഹാഭാരതവും പുരാണങ്ങളുണ്ടായി. ആ പുരാണങ്ങളുടെ കണ്ടന്റുകൾ എങ്ങനെയാണ് രാമായണത്തിൽ എക്സ്പീരിയൻഷ്യലായിട്ട് കാണിച്ചിരിക്കുന്നത്, മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും എങ്ങനെയാണ് രാമായണത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ചുവട്ടിലുള്ള 2 ഗ്രന്ഥങ്ങളെ രാമായണവുമായിട്ട് കമ്പയർ ചെയ്തു. ഇനി രാമായണത്തിന് മുകളിലുള്ള 2 സെറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. 2 ഗ്രന്ഥങ്ങളല്ല, 2 സെറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. അത് വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അവയുടെ ശാഖകൾ. ആ വേദങ്ങളിലെ സന്ദേശങ്ങൾ, നമ്മൾ ഏത് സന്ദേശം എടുത്താലും, എന്നും പറയാറുള്ള ഐകമത്യ സൂക്തമൊക്കെ എടുക്കുകയാണെങ്കിൽ സംഘച്ഛധ്വം സംവദധ്വം സംവോമനഹംസി ജാനതാ ദേവാ ഭാഗമിതാ പൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാജുഹോമി സമാനീവ ആഹൂതി സമാന ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാ ആവസു സഹാസതി. അങ്ങനെയുള്ള വരികൾ അതെല്ലാം ഉപദേശരൂപത്തിലാണ്, നിർദ്ദേശരൂപത്തിലാണ്, സന്ദേശരൂപത്തിലാണ് വേദത്തിൽ നൽകിയിരിക്കുന്നത്. അതെങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ പ്രായോഗികമാക്കിയിരിക്കുന്നത് എന്ന് വിവരിച്ചു. ഉപനിഷത്തിലെ സന്ദേശങ്ങളുണ്ട്. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻമാ പ്രമദ, സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, ഭൂത്യൈ ന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. ഇതിൻ്റെയൊക്കെ അർത്ഥം പണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. അതുപോലെ വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, ആവിരാവിർമായേധി വേദസ്യ ആണിസ്ത ശ്രുതം മേ മഹാപ്രഹാസീരനേന അഹോരാത്രാൻ സന്ധദാമി. ഉപനിഷത്ത് വരികളാണ്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, ഇതൊക്കെ ഉപനിഷത്ത് വരികളാണ്. അപ്പൊ ഈ ഉപനിഷത്തിന്റെ ലെവലിലുള്ള സന്ദേശങ്ങൾ എങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ വിവരിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും മുകളിലുള്ള ഗ്രന്ഥങ്ങളാണ് അക്കാഡമിക്കലി, ഇന്റലക്ച്വലി, സ്പിരിച്വലി, സോഷ്യലി, സൈക്കോളജിക്കലി ഏറ്റവും മുകളിലുള്ള ഗ്രന്ഥം. അതെങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ എക്സ്പീരിയൻഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്? വേദ സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉപദേശങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും ജീവിത സത്യങ്ങൾ എന്ന് പറയാണ് നല്ലത്. ആ ജീവിത സത്യങ്ങൾ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? സന്ദേശങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? വാൽമീകി രാമായണത്തിന്റെ ചുവട്ടിൽ മഹാഭാരതത്തിലെ അനുഭവങ്ങളും കഥകളും എങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? പുരാണത്തിലെ മനുഷ്യഗന്ധിയായിട്ടുള്ള കഥകൾ ഉൾപ്പെടെ ഉള്ളത് എങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? അതാണ് ഇന്നലെ വിവരിച്ചത്. ഒരു വലിയ സദസ്സുണ്ടായിരുന്നു. ഇന്റലക്ച്വലി ടോപ്പ് 8-10 IAS ആരെങ്കിലും ഉണ്ടായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് ധാരാളം വ്യക്തികൾ, വളരെ വളരെ ഉയർന്ന ലെവലിൽ. 1 മണിക്കൂർ പ്രഭാഷണം മാത്രം, വേറൊന്നുമില്ല. 1 മണിക്കൂർ പ്രഭാഷണം കേൾക്കാൻ എവിടെ നിന്നെല്ലാം അവർ വന്നു. പുതിയ അറിവുമായിട്ട് തിരിച്ചു പോയി. അവർ തൊഴുതുകൊണ്ട് പറഞ്ഞു, രാമായണത്തിൽ ഇങ്ങനൊരു വീക്ഷണം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ധന്യമായിരുന്നു. പുതിയതായിട്ട് കേൾക്കുക ഇങ്ങനെ.
ഇന്നുമുണ്ട്. രാമായണത്തിൽ ഗണേശം എന്ന ഹാളിൽ ധന്യമായിട്ടുള്ള രാമായണത്തിൻ്റെ 2ാം ഭാഗം, വിവരണത്തിൻ്റെ 2ാം ഭാഗം രാമായണത്തിൻ്റെ 2ാം ഭാഗമല്ല. നല്ല സന്തോഷം തോന്നി അതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ. അത് നിങ്ങളോട് പറയുമ്പോൾ അതിനേക്കാളും സന്തോഷമുണ്ട്. പ്രണാമം.